ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾ തുടരുകയാണ്. ഇന്ന് സഹസ്ര കലശ പൂജ നടക്കും. പൂജകൾ പൂർത്തിയാക്കി നാളെയാണ് നടയടയ്ക്കുക. ശബരിമലയിൽ ചിങ്ങമാസ പൂജയുടെ 4ാം ദിവസമാണ് ഇന്ന്. പ്രധാനപ്പെട്ട പൂജകളൊക്കെ ആയിരക്കണക്കിന് തീർത്ഥാടകർ കണ്ടുതൊഴുതാണ്, അയ്യപ്പനെ കണ്ടുതൊഴുതാണ് മടങ്ങുന്നത്. എന്തായാലും ഇന്ന് സഹസ്ര കലശാഭിഷേകം ഇന്നത്തെ പ്രധാന പൂജയാണ്. അതോടൊപ്പം തന്നെ കലശാഭിഷേകവും പടിപൂജ അടക്കമുള്ള പ്രത്യേക പൂജകളും ഇന്ന് നടക്കുന്നുണ്ട്. എന്തായാലും സന്നിധാനത്ത് ചിങ്ങമാസ ദിവസങ്ങളിൽ കാര്യമായിട്ടൊരു ഭക്തജനത്തിരക്ക് നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല ആദ്യ ദിവസം മുതൽ എന്നുള്ളതാണ്. 18ാം പടിക്ക് മുകളിലോട്ട് മാത്രമേ അല്പം തിരക്കുള്ളൂ, അല്ലെങ്കിൽ താഴെ നടപ്പന്തലൊന്നും തന്നെ കാര്യമായിട്ട് തിരക്കിലേക്കൊന്നും സന്നിധാനം ഈ ദിവസങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എന്തായാലും നാളെ ഒരു ദിവസം കൂടി മാത്രമാണ് ചിങ്ങമാസ പൂജകൾ അവശേഷിക്കുന്നത്. നാളെ സഹസ്ര കലശാഭിഷേകം നടക്കും. നാളത്തെ പ്രധാനപ്പെട്ട പൂജ അതാണ്. ഒപ്പം നാളെ രാത്രി ഹരിവരാസനം പാടി 10 മണിക്ക് നടയടക്കുന്നതോടുകൂടി ചിങ്ങമാസ പൂജകൾക്ക് പരിസമാപ്തിയാവുകയാണ്. എന്തായാലും ഈ 5 ദിവസം നീണ്ടുനിന്ന ചിങ്ങമാസ പൂജകളിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ അയ്യപ്പനെ കണ്ടു തൊഴുതു. ഒപ്പം നാളെ അടയ്ക്കുന്ന നട 24-ാം തീയതി വീണ്ടും തുറക്കുന്നുണ്ട്. അത് തിരുവോണ നാളുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് വേണ്ടിയിട്ടാണ്. 24-ന് വൈകിട്ട് 5 മണിക്ക് ക്ഷേത്ര നട തുറക്കും. 28-ാം തീയതി വരെയാണ് ഈ തിരുവോണവുമായി ബന്ധപ്പെട്ട പൂജാ ചടങ്ങുകൾ ശബരിമലയിൽ നടക്കുക. അങ്ങനെ എന്തായാലും അയ്യപ്പനെ ഈ ചിങ്ങമാസത്തിൽ തന്നെ 2 തവണ ഇത്തരത്തിൽ ദീർഘമായിട്ടുള്ള ദിവസങ്ങളിൽ ദർശനം നടത്തുവാനായിട്ട് ഭക്തർക്ക് അവസരമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ഒരു മാസപൂജയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും മറ്റ് ഒരുക്കങ്ങൾ, അതായത് വൃശ്ചിക മാസത്തിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ ശബരിമലയിൽ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ചിങ്ങമാസ പൂജകൾ ഇന്ന് നാളെ കൊണ്ട് പരിസമാപ്തിയാവുകയാണ്. നാളെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ചിങ്ങമാസ പൂജകൾക്കൊക്കെ തന്നെ പരിസമാപ്തിയാവുകയാണ്.